ജീവിതമെന്ന ഈ യാത്രയിൽ താങ്ങാൻ ആളില്ലെങ്കിലും തളർത്താൻ ഏറെ പേരുണ്ടാകും. എങ്കിലും പ്രതീക്ഷകൾ കൈവിടാതെ സത്യത്തെ കൂട്ടുപിടിച്ച് നീ നിന്റെ യാത്ര തുടരുക, നിന്റെ ലക്ഷ്യത്തിലേക്ക്. ഏറ്റവും മോശം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നല്ല നിമിഷങ്ങൾ മനസ്സിലാക്കുന്നതും നല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതും. തീയിൽ തൊടുമ്പോഴാണ് വെളിച്ചം മാത്രമല്ല വേദനയും തരുമെന്ന് മനസ്സിലാക്കുന്നത്. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ടു ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ ഒന്നോർക്കുക, അതേ വേദന മറ്റാരെങ്കിലും വഴി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും അനുഭവിക്കുമ്പോൾ മാത്രമേ ഞാൻ കാരണം അവർ അന്ന് എത്ര വേദനിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാവുകയുള്ളൂ. എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങൾ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടിയെന്ന് വരില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആത്മാർത്ഥത കാണിച്ചിട്ടും തോറ്റുപോയെങ്കിൽ ഒരു നാൾ നമ്മൾ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. മൃദുവായ സ്വഭാവം ബലഹീനതയായി കാണരുത്. ഓർമ്മിക്കുക, വെള്ളം പോലെ മൃദുവായത് വേറെ ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും. ഒരാളെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയാണ് തിരക്ക്. രണ്ടാമത്തേത് അവഗണന. മൂന്നാമത്തേത് മൗനം. അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നടക്കണം. പിന്നീട് അവരെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. അത് നമ്മുടെ എത്ര വേണ്ടപ്പെട്ടവർ ആയിരുന്നാലും സ്ഥാനമില്ലെന്നറിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോന്നോളണം, ഏത് സ്വർഗത്തിൽ നിന്നായാലും. ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെയാകില്ല. ആഗ്രഹിച്ചതെല്ലാം നേടാൻ കഴിഞ്ഞെന്നും വരില്ല. അപ്പോൾ നമ്മളിൽ തെളിഞ്ഞു കത്തേണ്ട ഒന്നുണ്ട്, പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് നമ്മുടെയെല്ലാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരാൾ നിങ്ങളോട് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. കാരണം അവർക്ക് നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടവരാണ്. സന്തോഷങ്ങൾ നാം ആരോട് വേണമെങ്കിലും പങ്കുവയ്ക്കും. പക്ഷേ നമ്മുടെ വിഷമങ്ങൾ അത് അത്രയും പ്രിയപ്പെട്ടവരോട് മാത്രമേ പങ്കുവയ്ക്കുകയുള്ളൂ. ഓർമ്മകളാണ് ഏറ്റവും മനോഹരം. കാരണം മറ്റാർക്കും മനസ്സിലാവാത്ത, ആർക്കും പകർത്തി എഴുതുവാൻ കഴിയാത്ത, നമുക്ക് ഒരേ സമയം സന്തോഷവും ദുഃഖവും തരുന്ന നമ്മുടേത് മാത്രമായ ഓർമ്മകൾ. ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ സധൈര്യം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് വിജയകരമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഒളിച്ചോടാനല്ല, നേരിടാനും അതിജീവിക്കാനും നാം പഠിക്കണം. വിജയിച്ച് തീരൂ എന്ന ഘട്ടത്തിൽ ഉള്ളിലുള്ള മുഴുവൻ കഴിവുമായി പൊരുതുമ്പോൾ ഒരു നല്ല വിജയം നമുക്ക് സുനിശ്ചിതമാണ്. വെല്ലുവിളികൾ ഒരിക്കലും നമ്മെ തളർത്താനല്ല, മറിച്ച് തട്ടിയുണർത്താനാണെന്ന് അറിയുക. ആർക്കൊക്കെ വേണ്ടി നീ ജീവിച്ചു എന്ന ചോദ്യത്തിന് 1000 നാവിൽ മറുപടി തരുന്നവരോട് നിനക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമുണ്ടാവില്ല. കാരണം സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയവരുടെ ലോകം കൂടിയാണിത്. തെളിച്ചമുള്ള മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള വഴിയുമുണ്ടാകും. ഹൃദയത്തിൽ നന്മയും സ്നേഹവും സൂക്ഷിക്കുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എത്ര വലിയ പ്രതിബന്ധങ്ങൾ മുന്നിൽ നിന്നാലും അതെല്ലാം മറികടന്ന് തെളിച്ചമുള്ള വഴി എവിടെയെങ്കിലും കാണുക തന്നെ ചെയ്യും. കുറവുകൾ അറിഞ്ഞ് ജീവിക്കുന്നവർക്കാണ് വിജയം. ചിലത് കാണാതിരുന്നാൽ, ചിലത് കേൾക്കാതിരുന്നാൽ, ചില സ്ഥലങ്ങളിൽ മൗനം പാലിച്ചാൽ ജീവിതം മനോഹരമാകും. നമ്മളെ നമ്മളായിട്ട് മനസ്സിലാക്കിയവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം തെറ്റുകൾ മാത്രമായിരിക്കും.